ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയ രോഹിത് വിഷമത്തോടെ നടന്നു പോകുന്നതാണ്. അങ്ങനെ ഒരു വിജനമായ പ്രദേശം വെച്ച് രോഹിത്തിനെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ്. രോഹിത്തിന് അവരെ ഒന്നും എതിർക്കാൻ പോലും ആകുന്നില്ല. അങ്ങനെ അവർ രോഹിത്തിനെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. ശാലിനി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർക്കുകയാണ് ശാരിക. ശാരികയ്ക്ക് ഇതിനോടകം തന്നെ ശാലിനിയോട് വൈരാഗ്യം തോന്നി തുടങ്ങിയിരിക്കുകയാണ്. ശാലിനിയെ വിഷ്ണുവിനെ നശിപ്പിക്കാൻ ഏതറ്റം വരെ താൻ പോകുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് ശാരിക. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മ അങ്ങോട്ടേക്ക് വരുന്നതാണ്. ശാരികയുടെ കോളേജിലെ ഫംഗ്ഷന് വേണ്ടി ശാരദാമ്മ പുതിയൊരു വസ്ത്രം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു. അല്ലമ്മേ, ശാരികച്ചിക്കൊന്നും വാങ്ങിയില്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഇവിടെ അടുക്കളയിലും വീട്ടിലും മാത്രമായി കഴിയുന്ന അവൾക്ക് എന്തിനാ പുതിയ ഉടുപ്പ്? പുക കൊള്ളിക്കാനോ? പുറത്തേക്കൊക്കെ പോകുന്നത് നീയല്ലേ മോളെ, അപ്പോൾ നിനക്കല്ലേ മാറി മാറിയിടാൻ വസ്ത്രങ്ങൾ വേണ്ടത്? ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അത് ശരിയാമ്മേ, എനിക്ക് കോളേജിലേക്ക് ഇടാൻ പോലും നല്ല വസ്ത്രങ്ങളില്ല, എല്ലാം പിഞ്ചിയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ മോളെ അമ്മ ഇപ്പൊ നിനക്ക് ഇത് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് ശാരദാമ്മ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് ശാരിക. തുടർന്ന് ശാരദാമ്മ ഒരു സാരിയുമായിട്ട് ശാരികയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. മോളെ, ഇത് ശാലിനിയുടെ ഒരു പഴയ സാരിയാണ്. അവളാകെ ഒരു വട്ടം മാത്രമേ ഇത് ഉടുത്തിട്ടുള്ളൂ. അവളുടെ ഡിഗ്രി പരീക്ഷയ്ക്ക് വേണ്ടിയാ ഇവൾ ഇത് ഉടുത്തത്. ആ പരീക്ഷയിലെ 10ന്റെ ഉള്ളിൽ റാങ്കും അവൾക്കുണ്ടായിരുന്നു. ഇതെന്താണെങ്കിലും മോളെടുത്തോ. ഇത് കേൾക്കുന്ന ശാരിക പറയുകയാണ്, എനിക്കെന്തിനാമേ, അടുക്കളയിലും വീട്ടിലും മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന എനിക്കെന്തിനാ ഇത്? പുക കൊള്ളിക്കാനോ? അല്ലെങ്കിലും എല്ലാവരുടെയും പഴയത് മാത്രം ഉപയോഗിക്കാനാണല്ലോ ഈ ശാരികയ്ക്ക് വിധി. ശാരിക 10ാം ക്ലാസ് പോലും ഇതുവരെ പഠിച്ചിട്ടില്ല. കൂടപ്പിറപ്പുകളുടെ പഠനത്തിനായി ശാരിക പഠനം ഉപേക്ഷിച്ച് അമ്മയുടെ ഒപ്പം അടുക്കളയിലേക്ക് കൂടുകയായിരുന്നു. അതും കൂടി അമ്മയെന്നോർത്താൽ നല്ലതായിരുന്നു. ഇത് കേൾക്കുന്ന ശാരദാമ്മ അവിടെ നിന്ന് വിഷമത്തോടെ പോകുന്നു. തുടർന്ന് ശ്യാമ ആ ചുരിദാർ ഇട്ടുകൊണ്ട് വന്ന് ശാരദാമ്മയെ കാണിക്കുമ്പോൾ എന്തൊക്കെ ചെയ്താലും മനുഷ്യനൊരു സമാധാനവുമില്ലെന്ന് പറഞ്ഞ് ശ്യാമയോട് ദേഷ്യപ്പെടുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് ആ സാരി കയ്യിൽ പിടിച്ചുകൊണ്ട് ശാരിക പറയുകയാണ്, ഇവൾക്കെതിരെയുള്ള ആദ്യത്തെ പണിയാണിത്. അത്രയും പറഞ്ഞിട്ട് ശാരിക ആ സാരി കൊണ്ടുപോയിക്കുകയാണ്. അങ്ങനെ ആ സാരി കത്തുമ്പോൾ ശാലിനിയുടെ കരഞ്ഞ മുഖമാണ് ശാരികയ്ക്ക് ഓർമ്മ വരുന്നത്. പഠനത്തിന് വേണ്ടിയാണ് ശാരിക സ്വന്തം ജീവിതം പോലും ഉപേക്ഷിച്ചത്. എന്നിട്ട് നിനക്കോ ഇപ്പൊ എന്നെ ഒരു വില പോലുമില്ല. നിനക്ക് മാത്രമല്ല, അമ്മയ്ക്കും മക്കൾ തമ്മിൽ വേർതിരിവാണ്. എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന്. ശാരിക ആ കത്തുന്ന സാരിയിലേക്ക് നോക്കി ദേഷ്യത്തോടെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. പത്രോസച്ചായനും ആന്റപ്പനും കൂടി അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് സത്യഭാമയോട് പണം കടം ചോദിക്കാനായിട്ട്. തന്റെ ലോഡ് ഇറക്കാൻ അത്യാവശ്യമായിട്ട് തനിക്കൊരു 5 കോടി രൂപ വേണമെന്ന് ആന്റപ്പൻ പറയുമ്പോൾ അത്രയ്ക്കും പണമൊന്നും തന്റെ കയ്യിലില്ലെന്ന് പറയുകയാണ് ഭാമ. ഇത് കേൾക്കുന്ന പത്രോസച്ചായൻ പറയുകയാണ്, അത് പിന്നെ ഭാമേ, നമ്മുടെ ട്രസ്റ്റില് ഒരു 5-6 കോടിയുടെ അടുത്തുണ്ടാകില്ലേ? അതിൽ നിന്നും ഒരു 5 കോടി എടുത്ത് കൊടുത്താലോ? അത് പിന്നെ പത്രോസച്ചായ, അത് നമ്മൾ സമൂഹ വിവാഹം നടത്താൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയല്ലേ. ഇതിപ്പോ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഭാമേ. നമ്മൾ രണ്ടുപേരും കൂടി ഒപ്പിട്ട ആ പണം കിട്ടുകയും ചെയ്യും. പത്രോസച്ചായൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭാമയും ഉറപ്പ് നൽകുകയാണ്. വേണ്ടത് എന്താന്ന് വെച്ചാൽ പത്രോസച്ചായൻ ചെയ്തോ, എനിക്ക് കോടതി വരെ പോകണം. ഇന്ന് അത്യാവശ്യമായിട്ടുള്ള ഒരു കേസ് ഉള്ളതാണെന്ന് പറഞ്ഞ് ഭാമ പോകുമ്പോൾ ആന്റപ്പനും പത്രോസച്ചായനും അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, ഭാമേ, നിന്റെ ഈ തീരുമാനം തെറ്റായിപ്പോയെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്ക് ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രകൃതമായി മാറിയിരിക്കുകയാണ്. ഇതിന് നിനക്ക് തിരിച്ചടി കിട്ടിയില്ലെങ്കിൽ കൊള്ളാമെന്ന് രാഘവൻ നായർ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ പോവുകയാണ് ഭാമ. പിന്നീട് കാണിക്കുന്നത് കോടതിയാണ്. അങ്ങനെ സുസ്മിതയെ ചോദ്യം ചെയ്യാനായിട്ട് കോടതി മുറിയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.